അപ്പോൾ നമുക്ക് ഒരു ബേസിക് ഒരു DOL കൺട്രോൾ പാനലിൻ്റെ ഡ്രോയിങ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇതാണെന്ത് നമ്മൾ 3 ഫേസ് വരുന്നത്. ഇവിടുന്ന് KCBന്നോ അല്ലെങ്കിൽ ജനറേറ്ററിന്നോ എവിടുന്നെങ്കിലായിട്ട് 3 ഫേസ് വരും. ഈ 3 ഫേസിൽ 415 വോൾട്ടേജാണ് ഉണ്ടാവുക 3 ഫേസിൽ. ഇനിയിപ്പം ഈ 3 ഫേസ് നമ്മൾ വേറെ രാജ്യത്താണെന്നുണ്ടെങ്കിൽ ചില രാജ്യത്ത് 220 വോൾട്ടേജ് ഉണ്ടാവും, 3 ഫേസ് 220. ചില രാജ്യത്ത് 3 ഫേസ് 380 ഉണ്ടാവും, ചില രാജ്യത്ത് 3 ഫേസ് 400 ഉണ്ടാവും. അത് ആ രാജ്യത്തിൻ്റെ ഇതിനനുസരിച്ചെടുക്കും. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ മോട്ടർ ഏത് വോൾട്ടേജാണ്, അതിനുള്ള വോൾട്ടേജ് ഇവിടെ സെറ്റ് ചെയ്യണം. ഇപ്പം സപ്ലൈ വോൾട്ടേജ് നമുക്ക് വരുന്നത് 380 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫോമർ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ 415 ആക്കണം. മോട്ടർ 415 ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വർക്കിംഗ് പറയാം. ഇത് ഫ്യൂസ്, ഇത് പ്രൊട്ടക്ഷൻ ഫ്യൂസിൽ കയറിയിട്ട് എന്താണ് കോണ്ടാക്ടറിൽ കയറുന്നു. കോണ്ടാക്ടർ കഴിഞ്ഞിട്ട് ഓവർലോഡറില്ല, ഡയറക്റ്റ് മോട്ടറിലേക്ക് കണക്ഷൻ. അപ്പം ഈ കോണ്ടാക്ടർ എങ്ങനെയാണ് പിടിക്കുക വെച്ചാൽ, ഇതിൽ നിന്ന് തന്നെ ഒരു സിംഗിൾ ഫേസ് എടുത്തിട്ട് കോണ്ടക്ടറിൻ്റെ NONC കോണ്ടക്ടറിൻ്റെ കോയിൽ സപ്ലൈ. ഈ NONC എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. ഓക്കെ, ഈ NC എന്ന് പറഞ്ഞത് നമുക്ക് സ്റ്റോപ്പാക്കുള്ളത്, NO എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ഈ കോണ്ടക്ടറിൻ്റെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇത് കണ്ടെങ്കിൽ ഈ കോണ്ടാക്ടറിൻ്റെ ഇതിലാണ് നമ്മൾ ഫേസ് കൊടുക്കുക. ഓക്കെ, ഈ A1 ഈ A2 ഇതിലാണ് നമ്മൾ 220 വോൾട്ടേജിൻ്റെ സിംഗിൾ ഫേസ് നമ്മൾ കൊടുക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ നമുക്ക് മോട്ടറിൻ്റെ 3 ഫേസ് കൊടുക്കുന്നു, ഇതിൽ നമ്മൾ മോട്ടറിൻ്റെ 3 ഫേസ് ഔട്ട് എടുക്കുന്നു. ഈ A1ൽ നമ്മൾ എന്ത് ചെയ്യുന്നു, A1ഉം A2ലും നമ്മൾ സിംഗിൾ ഫേസിൻ്റെ സപ്ലൈ കൊടുത്തിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ്. അപ്പോൾ A1ൽ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഈ കോണ്ടാക്ടർ എനർജൈസ് ആവും. കോണ്ടാക്ടർ എനർജൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ